ഈ മുതൽ 15 കിലോ ഉള്ളൂ. അവളുടെ പകുതിയിലേറെ വെയിറ്റ് അവൾ പുറത്ത് തൂക്കിക്കൊണ്ടാ പോണത്. അപ്പൊ ഞാൻ ചോദിച്ചു ടീച്ചേഴ്സിന്റെ അടുത്ത്, ഹലോ ഇത് ചിൽഡ്രൻസ് പാർക്കല്ല, കാരണം എടാ വാകുട്ടിക്ക് തൊണ്ടവേന കാരണം ഇപ്പൊ സൗണ്ട് വരുന്നില്ലടാ. ഒരു താങ്ങിയല്ലാണ്ട് ഇതിപ്പോ എടുക്കല്ലേന്നായി പറയണേ. ഒരു കുഴപ്പമില്ലല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ ഇതിനകത്ത് കാണുമ്പോ. എന്ത് ഭംഗി. പിന്നെ കുറെ നൈറ്റില് 10 മണിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഇരിക്കാൻ ഇയാള് അങ്ങനത്തെ പെണ്ണുങ്ങളൊന്നുമല്ലല്ലോ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അതായത് ജോലി തിരക്ക് കാരണം ഇന്ന് വ്ളോഗ് എടുക്കൽ സത്യം പറഞ്ഞാൽ നടന്നില്ല. വൈകുന്നേരം എത്തുമ്പോഴാണ് നമ്മൾ തുടങ്ങുന്നത്. കാരണം ഇവരൊക്കെ വന്നതിന് ശേഷം വേണ്ടേ നമുക്ക് തുടങ്ങണമെങ്കിൽ. ആരും ഇല്ലാണ്ട് എന്ത് ചെയ്യാനാ, വർക്കിന് മുകളിലിരിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ. എന്തോ മൊഴിഞ്ഞായിരുന്നു, ഒന്നുമില്ല, എന്തോ പറഞ്ഞായിരുന്നു. പാവം ആയിരം വെച്ചോട്ടോ നമ്മുടെ ഒപ്പം എത്തിട്ടോ. മറ്റേ കയറിക്ക അപ്പൊ അത്ര വരണ്ട് നോക്കുക അല്ലേ. എന്താ ഐഡിയ. ഏറ്റവും ബാക്കത്തേലുണ്ട്. ഇതിന്റെ വെയിറ്റ് എന്താ അറിയൂല്ലേ ഗൈസ്, നിങ്ങളിത് നോക്കൂ. ഈ ബാഗിന്റെ വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു 10 കിലോന്റെ അടുത്തുണ്ട്. 10 തന്നെ പറയാം. ഈ പറയണ വാവുകുട്ടി ഇതേ ഈ മുതൽ 15 കിലോ ഉള്ളൂ. അവളുടെ പകുതിയിലേറെ വെയിറ്റ് അവൾ പുറത്ത് തൂക്കിക്കൊണ്ടാ പോണത്. അപ്പൊ ഞാൻ ചോദിച്ചു ടീച്ചേഴ്സിന്റെ അടുത്ത് ഇതുപോലെ മൊത്തം ആവശ്യമുണ്ടോ. അപ്പൊ അവസാനം അമ്മൊക്കെ ചോദിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പകുതി ബുക്ക് ആവശ്യമില്ലാത്തതാണ്, അത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. എന്നാൽ അവരൊന്ന് പറയണ്ടേ. ഇത് നടന്നു പോകണുണ്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവും. അങ്ങനെ കള്ള് പിടിച്ച ആൾക്കാരെ നടന്നു പോണ പോലെ ഉണ്ടാവും, ആടി 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 ആടിയിട്ട്. നിങ്ങളിത് നോക്കൂ. ഇതിന്റെ വിചാരത്തിൽ പാർക്കിനകത്ത് മറ്റേ ഇതിലെ പോകില്ലേ, പാർക്കിൽ കളിക്കില്ലേ, അതാണ് അതിന്റെ വിചാരം. രണ്ടാള് ചില നേരത്തെ കീരിയും പാമ്പും പോലെയാ. ഇതിൽ ഏതാ കീരി ഏതാ പാമ്പ് മാത്രമേ സംശയമുള്ളൂ. ഹലോ ഇത് ചിൽഡ്രൻസ് പാർക്കല്ല, കാരണം ചില്ലറ പ്രകൃതിയൊന്നല്ലല്ലോ ചത്ത എന്നെക്കൊണ്ട്. മതി 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 മതി, ഇതേ പോണത്. അമ്മ ചന്തിക്ക് തരും കേട്ടോ. വേണ്ട ചൊത്ത, വേണ്ട ചൊത്ത. വാവയ്ക്ക് ചന്തി വേനിക്കും നിനക്ക് കാട്ടിയ. ചൊത്തനുള്ള പേരൊക്കെ കട്ട് ചെയ്യണ നോക്കൂ വാവയെ. ഇപ്പൊ കട്ട് ചെയ്ത് തരാം കേട്ടോ കൊയ്യ. ഇന്ന് ഡിന്നറിന് അടയ്ക്കപ്പഴം ഗൊയ്യ, ഇത് മാത്രമായിരിക്കും ഇപ്പൊ എല്ലാവർക്കും. എന്താണോ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്? ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണോ? അല്ല പിന്നെ എന്താണ് പുതുതായിട്ട്? ദേഷ്യം കുറച്ച് പെടുന്നുണ്ട്. ദേഷ്യപ്പെടുന്നതുകൊണ്ട് എൻ്റെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഹെൽത്ത് വീക്കായി, ഒരുമാതിരിയായി. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കണം. നല്ലതാണ്. ദേഷ്യം കുറഞ്ഞാൽ തന്നെ ബോഡിയിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ചീത്ത ഹോർമോൺസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. എന്റെ മുഖത്തില് കോലം ഒരുമാതിരി ഉണ്ട്, ഒന്നും എടുക്കണ്ട. അതൊക്കെ ചേഞ്ച് വരും. നല്ല നല്ല ഹോർമോൺസ് ഒരു താങ്ങിയല്ലാണ്ട് ഇതിപ്പോ എടുക്കല്ലേന്നായി പറയണേ. ഒരു കുഴപ്പമില്ലല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ ഇതിനകത്ത് കാണുമ്പോ. എന്ത് ഭംഗി. പിന്നെ കുറെ നൈറ്റില് 10 മണിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഇരിക്കാൻ ഇയാള് അങ്ങനത്തെ പെണ്ണുങ്ങളൊന്നുമല്ലല്ലോ. അല്ല അങ്ങനെയൊക്കെ ഉള്ളവരാണ്, അങ്ങനെയുള്ളവരൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പൊതുവെ സിനിമയിലൊക്കെ. സിനിമ ഒന്നല്ല, എന്റെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറുണ്ട്. വീട്ടിലുള്ളപ്പോഴും ലിപ്സ്റ്റിക് ഇടും, മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, അല്ലാന്ന് പറയണില്ല. പക്ഷെ കുറച്ച് ഓവറല്ലേ അത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ പ്രായമൊക്കെ ആണെങ്കിൽ ഓക്കെ, അല്ല കുറച്ചൊക്കെ ചെറുപ്പാണെങ്കിൽ ഓക്കെ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൾക്കാരൊക്കെ എക്സ്പയറി ഡേറ്റ് പറയുന്നത് അല്ല യാക്കല്ല, ഞാൻ ജനറലായിട്ട് പറഞ്ഞതാണ്. വീഡിയോ കോളില് മുത്തച്ഛന് കഥ പറഞ്ഞു കൊടുക്കുന്ന രംഗാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ശോകം? ശോകോ
എന്താ വിഷമം എന്ന് പറയാ തമിഴിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് ആ ശോകം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും മലയാളത്തിൽ പഠിക്കട്ടെ. ചൊത്താ മലയാളികൾക്ക് അത് പറയണ്ടേ. എടാ വാവക്കുട്ടിക്ക് തൊണ്ടവേന കാരണം ഇപ്പൊ സൗണ്ട് വരുന്നില്ലടാ. മരുന്ന് തന്നെ കൊടുത്തോല്ലോ ആന്റിബയോട്ടിക് ഉണ്ട് മറ്റേ നാളെ എനിക്ക് ശരിയായില്ലെങ്കിൽ 2 ദിവസമല്ലോ എടുത്താൽ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് തീർക്കണം എന്നല്ലേ പറഞ്ഞേ. അത് ശരിയായില്ലെങ്കിൽ നമുക്ക് ചൊത്ത വന്നാ കുഞ്ഞാലിക്കുട്ടി വെള്ളം കുടിച്ചോ? എന്താ ഇക്കടെ എടുക്കണേ? ചൊത്ത ഒന്ന് വർത്താനം പറഞ്ഞ മുത്തശ്ശന് കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. മുത്തച്ഛൻ കഥ പറഞ്ഞു കൊടുത്തപ്പോ എന്താ പറഞ്ഞ മുത്തച്ഛൻ? സമ്മതിക്കില്ല. ഏതാ സമ്മതിക്കില്ലെന്നോ? കണ്ടോ സൗണ്ട് കണ്ടോ ഒരുമാതിരി അടഞ്ഞിട്ടുണ്ട്. കുറച്ച് മുമ്പൊന്നും കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ 1 മണിക്കൂർ നേരം കൊണ്ടാണ് ഇപ്പൊ അടഞ്ഞത്. കണ്ടോ ശ്രദ്ധിച്ചോ? ആ AC ഇരുന്നിട്ടാ. AC കുട്ടി അവിടെ ഇരിക്കല്ലേ, കുറച്ചുകൊണ്ട് ഓഫ് ചെയ്യായിരുന്നില്ലേ? അതുവരെ പ്രശ്നമില്ലായിരുന്നു. AC അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്നിട്ടുള്ളൂ. ഇടുന്ന ഉടനെ കണ്ടില്ലേ അതിന്റെ ശബ്ദം? ഞാൻ അവിടെ AC ഇടാറില്ല. ഇനിയിപ്പോ എന്താ ചെയ്യോ? ചൊത്തുമണിയെ 10:15 ആയി. നോക്ക് നേരം. ഇപ്പോഴും ഇവിടെ കുട്ടി ഇരുന്ന് ഗംഭീര പഠിപ്പാണ്. പഠിക്കണു. തമിഴ് എഴുതിക്കൊണ്ടേയിരിക്കണു. ഇവിടെ എനിക്കും വൈഫിനൊക്കെ തൊണ്ടവേനയും അതുപോലെ കഫക്കെട്ടൊക്കെ വന്ന സമയത്ത് വിചാരിച്ചിരുന്നു അവയ്ക്ക് മാത്രം ഒന്നും വരില്ലേ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുടുങ്ങും. അങ്ങനെ വിചാരിച്ചിരുന്നതാണ്. ഇതാ ഇപ്പം കണ്ടില്ലേ കുരക്കിനുണ്ടില്ലേ? ഇതാണ് ഇപ്പോൾ അവസ്ഥ. ചുമയാണ്. ചുമ വന്നു. മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക് മരുന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇന്ന് മാറിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇതാ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.